നമസ്കാരം. മാഗ്ന മെന്റർ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ത്യൻ പോളിറ്റിയിൽ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പ്രസിഡന്റ്, ഇന്ത്യൻ പോളിറ്റിയിൽ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗം നോക്കിയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നതിൻ്റെ ആർട്ടിക്കിൾ 52 തൊട്ട് 61 വരെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 63-ാം ആർട്ടിക്കിൾ തൊട്ടാണ്. ഇറ്റ് ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് രണ്ടാം ഭാഗമാണ് ഈ ക്ലാസ്സിൽ. ഓക്കെ, ശരി. എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ നോട്ട് ഇതിനകത്തുണ്ടായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക നോട്ടുകൾ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പിന്നെ നോട്ട് പഠിക്കുമ്പോൾ എഴുതിയെടുക്കുക. ഓക്കെ, ശരി. ഓക്കെ, അപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജഗദീപ് ധൻകർ ആണ്, അല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജഗദീപ് ധൻകർ. സോ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. പ്രസിഡന്റിന് സബോർഡിനേറ്റ് ആയിട്ട് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട്. വൈസ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് എന്താണ്? വൈസ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ വൈസ് പ്രസിഡന്റിന് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ആദ്യം പഠിക്കണം. ആർട്ടിക്കിൾ 63. ആർട്ടിക്കിൾ 63 സ്റ്റേറ്റ്സ് ദാറ്റ് there shall be a vice president for India. Vice president of India. There shall be a vice president for India. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 63. ആർട്ടിക്കിൾ 63. ഓക്കെ, ഇനി അടുത്തത് വൈസ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ. പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഫംഗ്ഷൻ. വൈസ് പ്രസിഡന്റ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ ഒരു സഭയുടെ അധികാരിയാണ് വൈസ് പ്രസിഡന്റ്. ഓക്കെ, അതെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 64. ആർട്ടിക്കിൾ 64 പറയുന്നു വൈസ് പ്രസിഡന്റ് ഈസ് എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ഹൗസ് ഓഫ് ദ പീപ്പിൾ ഉണ്ട്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം. നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. എന്താണ്? രാജ്യസഭ. സോ രാജ്യസഭ ഈസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ സ്റ്റേറ്റുകളിൽ നിന്ന് MLA-മാർ തിരഞ്ഞെടുത്ത് രാജ്യസഭയിൽ പോയി ഇരുന്നാണ് അവരുടെ ടേം കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന MPകളെയാണ് രാജ്യസഭ MPs എന്ന് പറയുന്നത്. സോ രാജ്യസഭയിലുള്ള ഈ പറയുന്ന MPസിന്റെ അതുപോലെ തന്നെ രാജ്യസഭയുടെ ചെയർമാൻ, എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നു ആർട്ടിക്കിൾ 64. Okay, so Article 63 states that for India there shall be a vice president. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 63. ഓക്കെ, 64 എന്ന് പറയുന്നു he is the ex officio chairman of the council of states. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് ആര്? നമ്മുടെ വൈസ് പ്രസിഡന്റ്. അതായത് ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ 64-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യസഭയിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് വൈസ് പ്രസിഡന്റ് അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. സോ ഓൾ ബിൽസ് ഇൻ രാജ്യസഭ can be introduced with the consent of vice president only. Can be introduced with the consent of vice president only. ഓക്കെ, വൈസ് പ്രസിഡന്റ് കൺസെന്റോട് കൂടി മാത്രമേ രാജ്യസഭയിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ചേർന്നിരിക്കുന്ന ആർട്ടിക്കിൾ 64 ആണ്. ഓക്കെ, ശരി. നമുക്ക് ഇനി പഠിക്കേണ്ടത് ആർട്ടിക്കിൾ 65 ആണ്. ആർട്ടിക്കിൾ 65. ആർട്ടിക്കിൾ 65 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റിന്റെ കാഷ്വൽ വേക്കൻസി, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാഷ്വൽ വേക്കൻസികളെ ഫില്ല് ചെയ്യാൻ വേണ്ടി അന്നത്തെ ദിവസത്തിൽ ഗവൺമെന്റ് പരമായ അല്ലെങ്കിൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരം ആർക്ക് കിട്ടുന്നു? വൈസ് പ്രസിഡന്റ് കിട്ടുന്നു. അതാണ് ആർട്ടിക്കിൾ 65 പറയുന്നത്. ശ്രദ്ധിക്കുക, പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി റിസൈൻ ചെയ്യുന്നോ അതുപോലെ തന്നെ ഡെത്ത് സംഭവിക്കുകയോ അങ്ങനെയുള്ള കേസല്ല. പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് ആളുണ്ട്, പക്ഷെ ആൾക്കൊരു കാഷ്വൽ വേക്കൻസി വരണം എന്നുള്ള ഘട്ടത്തിലാണെങ്കിലാണ് ആർട്ടിക്കിൾ 65-ന് അധികാരം കിട്ടുന്നത്. ആർട്ടിക്കിൾ 65 പറയുന്നു ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു ആക്ട് ആസ് ദ പ്രസിഡന്റ് ഡ്യൂറിങ് കാഷ്വൽ വേക്കൻസീസ്. പ്രസിഡന്റിന്റെ കാഷ്വൽ വേക്കൻസികളിൽ ആര് അധികാരം കിട്ടുന്നു? വൈസ് പ്രസിഡന്റിന് അധികാരം, ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അധികാരം കിട്ടുന്നു. ഓക്കെ, ശരി. നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ആണ്. ആർട്ടിക്കിൾ 66 നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? പ്രസിഡന്റിന്റെ ഇലക്ഷൻ, മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 55 എന്ന് പറഞ്ഞു, അല്ലെ? മാനർ ഓഫ് ഇലക്ഷൻ. അപ്പൊ ഇവിടെ പറയുന്നത് മാനർ ഓഫ് ഇലക്ഷൻ പറയുന്നില്ല, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ തന്നെ പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 66.
ആർട്ടിക്കിൾ 64. ഓക്കെ, ശരി. ആർട്ടിക്കിൾ 66 കുറെ സബ് ക്ലോസുകളുണ്ട്, ഏകദേശം 5 സബ് ക്ലോസുകളുണ്ട്. ആ 5 സബ് ക്ലോസുകളായിട്ടാണ് വൈസ് പ്രസിഡന്റ് എങ്ങനെ ഇലക്ട് ചെയ്യുന്നു, ആര് ഇലക്ട് ചെയ്യുന്നു, എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പ്രസിഡന്റിന് അതിന് സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിക്കിൾ ആകുമ്പോൾ ആർട്ടിക്കിൾ 64 വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വൈസ് പ്രസിഡന്റ് ഇലക്ഷനും മാനർ ഓഫ് ഇലക്ഷനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ എലിജിബിലിറ്റിയും എല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 66 ഓക്കെ, ശ്രദ്ധിക്കുക. ശരി, ആർട്ടിക്കിൾ 66 സബ് ക്ലോസ് 1 ഇലക്ടോറൽ കോളേജ് ആണ് വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്ന ആരാണ്? ഇലക്ടോറൽ കോളേജ്. നമ്മൾ പഠിച്ചിരുന്നു പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ടോറൽ കോളേജ് ആണ്. പക്ഷെ ആ ഇലക്ടോറൽ കോളേജിനകത്ത് MPs കാണും, MLAs കാണും, അല്ലേ? MPs കാണും, MLAs കാണും. പക്ഷെ ഇവിടെ വ്യത്യസ്തമാണ്. ഇലക്ടോറൽ കോളേജ് ഓഫ് വൈസ് പ്രസിഡന്റ് കൺസിസ്റ്റ് ഓൺലി ഓഫ് MPs. അതായത് ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ് മാത്രമാണ് ഈ വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ എല്ലാ നോമിനേറ്റഡ് മെമ്പേഴ്സും ഉൾപ്പെടും. നോമിനേറ്റഡ് members are also included. Nominated members are also included എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 66(1). ശരി, ഓക്കെ, ശരി. അടുത്തത് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 66(2) മാനർ ഓഫ് ഇലക്ഷൻ. മാനർ ഓഫ് ഇലക്ഷൻ, നമ്മൾ പ്രസിഡന്റിന്റെ മാനർ ഓഫ് ഇലക്ഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആണ്, അതുപോലെ തന്നെ സീക്രട്ട് ബാലറ്റ് ആണ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ സെയിം തന്നെ, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അത് കൂടെ തന്നെ എന്തുകൂടെ അതിന്റെ ചേർക്കുന്നു? സീക്രട്ട് ബാലറ്റും കൂടെ ചേർക്കുന്നു. സീക്രട്ട് ബാലറ്റ്. ഓക്കെ, സോ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്ലസ് സീക്രട്ട് ബാലറ്റ് ആണ് മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. എന്താണ്? ആർട്ടിക്കിൾ 66(2). ഓക്കെ, ആർട്ടിക്കിൾ 66(2). ശരി, അടുത്ത് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഷാൽ നോട്ട് ബി മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമ്മൾ പ്രസിഡന്റ് ഉള്ള പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ ആർട്ടിക്കിൾ ഏതിലാണ് പറയുന്നത്? 66(3) പറയുന്നത് വൈസ് പ്രസിഡന്റ് ഷാൽ നോട്ട് ബി മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ 2 സഭകളും, അതായത് ലോക്സഭയും വരും രാജ്യസഭയും വരും, ഈ രാജ്യസഭയും ലോക്സഭയുടെയും മെമ്പർ ആവാൻ പാടില്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ മെമ്പർ ആവാൻ പാടില്ല. എന്നാൽ മാത്രമേ വൈസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് അധികാരം ഏൽക്കാൻ പറ്റൂ. ഓക്കെ, അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ലോക്സഭ രാജ്യസഭ മെമ്പർ ആണെങ്കിൽ ആ വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് എന്തായി മാറാം? ഈ സ്ഥാനങ്ങളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേൽക്കാം. സോ ആർട്ടിക്കിൾ 66(3) സ്റ്റേറ്റ്സ് ദാറ്റ് വൈസ് പ്രസിഡന്റ് ഷാൽ നോട്ട് ബി മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, ഇത് എന്തായിട്ട് സെയിം ആണ്? പ്രസിഡന്റിനുമായിട്ട് സെയിം ആണ്. ഓക്കെ, പ്രസിഡന്റുമായിട്ട് സെയിം ആണ്. ശരി, ആർട്ടിക്കിൾ 66(4) നമ്മുടെ പ്രസിഡന്റിന്റെ എലിജിബിലിറ്റി പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റ് എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു പ്രസിഡന്റ് എലിജിബിലിറ്റി എന്താണ്? ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, 35 വയസ്സിന് മുകളിൽ പ്രായം വേണം, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ടു ബി മെമ്പർ ഓഫ് ലോക്സഭയിലെ മെമ്പർ ആവാൻ ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എലിജിബിലിറ്റിയിൽ സെയിം തന്നെ, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, 35 വയസ്സിൽ പ്രായം വേണം, അതൊക്കെ സെയിം ആണ്. എക്സെപ്റ്റ് ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ടു ബി ദ മെമ്പർ ഓഫ് രാജ്യസഭ. നമ്മളിവിടെ രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആണെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 64 പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇവിടെയും വരുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ഫസ്റ്റ് വൺ നമുക്ക് എഴുതാൻ പറ്റുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ എന്താ? സിറ്റിസൺ ഓഫ് ഇന്ത്യ. രണ്ടാമത്തത് എന്താ? ഷുഡ് ബി മിനിമം ഏജ്. എന്താ? മിനിമം ഏജ് എന്ന് പറയുന്നത് 35 years of age. അടുത്തത് മൂന്നാമത്തത് എന്താ? he should be qualified to become member of രാജ്യസഭ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 66 മൂന്നാമത്തെ പോയിന്റ്. 66(4) മൂന്നാമത്തെ പോയിന്റ്. എലിജിബിലിറ്റി 3 ക്രൈറ്റീരിയകളാണ്. സിറ്റിസൺ ഓഫ് ഇന്ത്യ, മിനിമം ഏജ് 35 വയസ്സ്,
he should be qualified to be big member of രാജ്യസഭ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്തത് 66(5). 66(5) സെയിം തന്നെയാണ് പ്രസന്റ് ഉള്ളതുപോലെ. he should not hold any office of profit under the government. ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സാലറി വാങ്ങിക്കുന്ന വ്യക്തി ആവരുത്. ഓക്കെ, should not hold any office of profit അണ്ടർ ദ ഗവൺമെന്റ്. ഓക്കെ, അപ്പം നമ്മൾ പ്രസിഡന്റ് പഠിക്കുമ്പോൾ പ്രസിഡന്റിന് ഇലക്ടോറൽ കോളേജ്, മാനർ ഓഫ് ഇലക്ഷനും ഒക്കെ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആർട്ടിക്കിൾ ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ എല്ലാം കൂടെ ചുരുക്കത്തിൽ ഒറ്റ ആർട്ടിക്കിൾ ആണ്. ആ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 66. ആർട്ടിക്കിൾ 66. 66(1) ഇലക്ടോറൽ കോളേജ്, ആർട്ടിക്കിൾ 66(2) മാനർ ഓഫ് ഇലക്ഷൻ, 66(3) should not be member of either house of the parliament or state legislature, 66(4) eligibility, 66(5) should not hold any office of profit under the government. ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഈ ഒരു ഘട്ടത്തിൽ ഓർത്ത് വെക്കുക. ഇവിടെ രാജ്യസഭയിൽ മെമ്പർ ആവണമെങ്കിൽ ഉള്ള ഏജ്, മിനിമം ഏജ് എത്രയെന്നറിയോ? രാജ്യസഭയിൽ മെമ്പർ ആവാനുള്ള മിനിമം ഏജ് 30 വയസ്സാണ് കേട്ടോ, 30 വയസ്സാണ്. പക്ഷെ ഇവിടെ അതെന്താണ്? 35 വയസ്സാണ്. ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 67. ആർട്ടിക്കിൾ 67, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. ടേം ഓഫ് ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ്. അതായത് ഈ 67 വൈസ് പ്രസിഡന്റ് ഓഫീസിന്റെ ടേമിന്റെ കാര്യമാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ പോയിന്റുകളിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ആണ്. വൈസ് പ്രസിഡന്റ് ആരെടുത്ത് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യും? നമ്മൾ പ്രസിഡന്റ് പഠിച്ചപ്പോൾ പറഞ്ഞു, പ്രസിഡന്റ് സപ്പോസ് അദ്ദേഹത്തിന്റെ ടെന്യൂർ എൻഡ് ചെയ്യണമെന്ന് അറിയിച്ച് റെസിഗ്നേഷൻ കൊടുക്കുന്ന ആർക്കാണ്? വൈസ് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ആർക്ക് കൊടുക്കുന്നു? വൈസ് പ്രസിഡന്റ് സെൻസസ് റെസിഗ്നേഷൻ ടു ദ പ്രസിഡന്റ്. അതായത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇവർ രണ്ടുപേരുടെയും റെസിഗ്നേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൈമാറുന്നത്. വൈസ് വേഴ്സ. ഓക്കെ, വൈസ് വേഴ്സ. പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അവരുടെ റെസിഗ്നേഷൻസ് കൈമാറുന്നത്. അത് ജസ്റ്റ് ഓർത്തു വെക്കുക. ശരി, അടുത്തെന്ന് പറയുന്നത് റിമൂവൽ. ഈ പ്രസിഡന്റിനെ നമ്മൾ ഇംപീച്ച് ചെയ്യുമെന്ന് പറയും. വൈസ് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് അല്ല, റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ആണ്. എന്താണ്? റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ്. ഓക്കെ, സോ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഈ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു റെസല്യൂഷൻ ഉണ്ടല്ലോ, റെസല്യൂഷൻ ടു റിമൂവ് can arise only in രാജ്യസഭ. അത് രാജ്യസഭയിൽ മാത്രമേ ഉത്ഭവിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന് മെജോറിറ്റി വേണം. 14 ഡേ പ്രയർ നോട്ടീസ് വേണം. ഓക്കെ, പ്രയർ നോട്ടീസ് വേണം. ആൻഡ് എഫക്റ്റീവ് മെജോറിറ്റി വേണം. അതായത് എഫക്റ്റീവ് മെജോറിറ്റി ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വൈസ് പ്രസിഡന്റിന്റെ ടെന്യൂർ എൻഡ് ചെയ്ത് ഒരിക്കൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ അടുത്ത വൈസ് പ്രസിഡന്റ് വരുന്നത് വരെ he will be present until being replaced by another vice president. Outgoing vice president will remain in office until new vice president takes charge. New vice presidents take charge. Okay, outgoing vice president will remain in office until new vice president takes charge എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 67. ഓക്കെ, ടേം ഓഫ് ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഒന്നുകൂടെ പറയാം. റെസിഗ്നേഷൻ പ്രസിഡന്റിനാണ് സബ്മിറ്റ് ചെയ്യുന്ന റെസിഗ്നേഷൻ. റിമൂവൽ, ഇംപീച്ച്മെന്റ് അല്ല, റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ആണ്. അത് റെസൊല്യൂഷൻ രാജ്യസഭയിൽ മാത്രമേ അറൈസ് ചെയ്യാൻ പാടുള്ളൂ. 14 ദിവസം നോട്ടീസ് വേണം. എഫക്റ്റീവ് മെജോറിറ്റിയിൽ അത് പാസ്സാക്കണം. ഔട്ട് ഗോയിങ് വൈസ് പ്രസിഡന്റ് വിൽ റിമെയിൻ ഇൻ ഓഫീസ് അണ്ടിൽ ന്യൂ വൈസ് പ്രസിഡന്റ് ടേക്സ് ചാർജ്. ഓക്കെ, ശരി. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയോ? ആർട്ടിക്കിൾ 68 ആണ്. ടൈം ഓഫ് ഹോൾഡിംഗ് ഇലക്ഷൻ ടു ഫിൽ വേക്കൻസി. സപ്പോസ് വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യാണ്, ടൈം ഓഫ് ഹോൾഡിംഗ് 60 ദിവസത്തിനകത്ത് ന്യൂ ഇലക്ഷൻ നടത്തി വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യണം. ടൈം ഓഫ് ഹോൾഡിംഗ് ഇലക്ഷൻ ടു ഫിൽ വേക്കൻസീസ് 60 days. എത്ര ദിവസമാണ്? 60 ദിവസം. ഓക്കെ, ശരി. അടുത്ത ആർട്ടിക്കിൾ പഠിക്കാം. ആർട്ടിക്കിൾ 69, ഓത്ത്. വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. ഞാൻ പഠിച്ചു, പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം അല്ലെങ്കിൽ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ആര് ഓത്ത് ചൊല്ലിക്കൊടുക്കും? വൈസ് പ്രസിഡന്റ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്, ബൈ പ്രസിഡന്റ്. ഓക്കെ, ശരി. അടുത്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് പ്രസിഡന്റ്സ് ഫംഗ്ഷൻ ഇൻ അതർ കണ്ടിജൻസീസ്. പ്രസിഡന്റിന് വയ്യാതാവുകയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ ഡിസ്ചാർജ് ചെയ്യേണ്ടത് ആരാണ്? അത്
വൈസ് പ്രസിഡന്റ് ആണ്. ആരാണ് ചെയ്യേണ്ടത്? അത് വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, സോ വൈസ് പ്രസിഡന്റ് വിൽ ഡിസ്ചാർജ് ഫംഗ്ഷൻ ഓഫ് പ്രസിഡന്റ് ഇൻ അതർ കണ്ടിജൻസീസ്. മറ്റെന്തെങ്കിലും കാരണവശാൽ പ്രസിഡന്റിന് ഈ തന്റെ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആര് കാര്യങ്ങൾ നിയന്ത്രിക്കും? വൈസ് പ്രസിഡന്റ് നിയമിക്കും. ഓക്കെ, സോ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഒരു സബോർഡിനേറ്റ് പോലെ തന്നെയാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് പറയുന്നത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഭരണപക്ഷവും പ്രതിപക്ഷവും അവരവരുടെ കാൻഡിഡേറ്റിനെയും ഫ്രണ്ടിൽ കൊണ്ടുവന്നു, രണ്ടുപേരും തമ്മിൽ ക്ലാഷസ് ഉണ്ടാവുകയാണ്. ഇങ്ങനത്തെയുള്ള സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും, ആരൊരു തീരുമാനമെടുക്കും എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 71 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 71 4 സബ് ക്ലോസുകളുണ്ട്. ആദ്യത്തെ സബ് ക്ലോസ് എന്താണെന്ന് നോക്കാം. സപ്പോസ് ഡൗട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടോ ഉണ്ട് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. ഈ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നത് ആരാണ്? അവിടെയാണ് നമ്മുടെ ലോ റിവ്യൂയിങ് ബോഡിയുടെ കടന്നുവരവ്, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 71 പറയുന്നു, ഓൾ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് അറൈസിംഗ് ഔട്ട് ഓഫ് or in connection with election will be dealt by the Supreme Court. Okay, all doubts and disputes arising out of or in connection with election will be dealt by the Supreme Court. ശരി, അടുത്തെന്ന് പറയുന്നത്, if the election of vice president is declared void by the Supreme Court. ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സുപ്രീം കോടതി നള്ളിഫൈ ചെയ്തു, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സാധൂകരണം ഇല്ലാതാക്കി സുപ്രീം കോടതി. Then the acts done by the person in performance of powers and duties of office on and before the date of decision will be considered valid. അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ സുപ്രീം കോടതി നള്ളിഫൈ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം ഇല്ലാണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിക്ക് വൈസ് പ്രസിഡന്റ് ഇനി സ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് തുടരാൻ അർഹനല്ല എന്ന് വിധിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ വിധി വരുന്നതിന് തൊട്ട് മുന്നേയുള്ള കാലയളവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് അദ്ദേഹത്തിന്റെ കടമകൾ, റെസ്പോൺസിബിലിറ്റീസ്, അത് വാലിഡ് തന്നെയായിരിക്കും. അതായത് വീണ്ടും ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തി അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറെ പവേഴ്സും ഡ്യൂട്ടീസും ഡിസിഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഈ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി പറയുകയാണ് അദ്ദേഹത്തിന്റെ എലക്ഷൻ വോയിഡ് ആണ്, ഡിക്ലെയർ ചെയ്യാണ് വോയിഡ് ആണെന്ന്, നള്ളിഫൈ ചെയ്യാണ് എങ്കിൽ അദ്ദേഹം ആ കാലയളവ് എടുത്ത ഡിസിഷൻസിന് ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 71(2) പറയുന്നത്. If the election of the vice president is declared void by the Supreme Court, then acts done by the person in performance of powers and duties of office on and before the date of decision will to be considered valid ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത്, ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇലക്ഷൻസിന് വേണ്ടിയിട്ട് ഇലക്ഷൻ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ലോ, അത് റെഗുലേറ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഇന്ത്യൻ പാർലമെന്റിന് അധികാരമുണ്ട്. പാർലമെന്റ് മേ ബി by law regulate any matter relating to or connected with the election of president or vice president. പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഇന്ത്യൻ പാർലമെന്റിന് അധികാരമുണ്ട്. അതായത് നമ്മുടെ ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 71(4). The election of the vice president or president cannot be challenged on the grounds that electoral college electing the person was incomplete. സപ്പോസ് നമ്മുടെ ഇലക്ടോറൽ കോളേജ്, നമ്മുടെ അറിയാം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് അതായത് ഇലക്ടോറൽ കോളേജുകളാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരെ ഇലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എതിർഭാഗം പറയുകയാണ്, ജയിച്ച ഭാഗത്തിന് ഓപ്പോസിറ്റ് എതിർഭാഗം പറയുകയാണ്, ഇലക്ടോറൽ കോളേജിൽ ഞങ്ങളുടെ ആളുകളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഈ ഇലക്ഷൻ വാലിഡ് അല്ല, അങ്ങനെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 71(4) പറയുന്നത്. The election of the vice president or the president cannot be challenged on the grounds that electoral college electing the person was incomplete എന്ന് പറയുന്ന ആർട്ടിക്കിൾ 71(4). ഓക്കെ, സോ നമ്മുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ആർട്ടിക്കിൾ 71 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 72, പാർഡണിങ് പവർ ഓഫ് ദ പ്രസിഡന്റ്. തൂക്കുകയറിൽ ഒരാളെ തൂക്കുകയറിന് അർഹനാണ് എന്ന് പറയുന്ന തൂക്കുകയർ വിധിക്കുകയാണ്. അദ്ദേഹത്തിനെ പാർഡൺ ചെയ്ത് ആ വ്യക്തിയെ പാർഡൺ ചെയ്ത് കൊടുക്കാൻ ആർക്ക് അധികാരമുണ്ട്?
പ്രസിഡന്റിന് അധികാരമുണ്ട്. ഓക്കെ, അതാണ് പ്രസിഡന്റില് ഉള്ള അധികാരം, ആർട്ടിക്കിൾ 72. ഇതുപോലൊരു അധികാരം വേറെ ആർക്കുണ്ട്? ആർട്ടിക്കിൾ 72 പോലെയുള്ള അധികാരം മറ്റൊരാൾക്കുണ്ട്. ആർക്കുണ്ട്? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റിനുണ്ട്. ഓക്കെ, ഗവർണർ എന്ന് പറയുന്ന ആരാണ്? ഹി ഈസ് ബേസിക്കലി ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പ്രസിഡന്റ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റുകളിലെ പ്രസിഡന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആര്? ഗവർണർ. ഓക്കെ, പക്ഷെ ഡെത്ത് സെന്റൻസുകൾ പാർഡൺ ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല. ഗവർണർ കനോട്ട് പാർഡൺ ഡെത്ത് സെന്റൻസസ്. ഗവർണർ കനോട്ട് പാർഡൺ കോർട്ട് മാർഷൽ. ഒരു ആർമി, നേവി, എയർഫോഴ്സിൽ, ഡിഫൻസ് ഫോഴ്സിൽ വരയ്ക്കുന്ന ഒരാളുടെ കോർട്ട് മാർഷൽ പാർഡൺ ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കില്ല. അതിന് മാത്രം അധികാരമുള്ളത് ആരാണ്? അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ്. സോ ആർട്ടിക്കിൾ 72 പറയുന്നു പാർഡണിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 72 പറയുന്നു പാർഡണിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ്. നമുക്ക് ഇതുപോലെ ഗവർണറിന്റെ പാർഡണിംഗ് പവർ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഗവർണറിന്റെ പാർഡണിംഗ് പവർ പറയുന്നത് ആർട്ടിക്കിൾ 161. ആർട്ടിക്കിൾ 161 is the pardoning power of governor. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്? ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 63. വൈസ് പ്രസിഡന്റ് ഇസ് എക്സ് ഓഫിയോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 64. വൈസ് പ്രസിഡന്റ് ഷുഡ് ആക്ട് ആസ് ദ പ്രസിഡന്റ് ഡ്യൂറിംഗ് കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 65. വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആർട്ടിക്കിളുകളും, എല്ലാ കാര്യങ്ങളും ഒറ്റ ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 66. ഓക്കെ, വൈസ് പ്രസിഡന്റ് ടേം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 67. ടൈം ഹോൾഡിംഗ് ഇലക്ഷൻ ടു ഫിൽ വേക്കൻസീസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 68. ഓക്കെ, വൈസ് പ്രസിഡന്റ് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 69. ഓക്കെ, 70 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് പ്രസിഡന്റ്സ് ഫംഗ്ഷൻ ഡ്യൂറിംഗ് എനി അതർ കണ്ടിജൻസീസ്. ആൻഡ് 71 വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടോ, അതിൽ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 71 പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച ഏതൊക്കെ ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 72 പഠിച്ചു, പാർഡണിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ്, ആൻഡ് 161 പാർഡണിംഗ് പവർ ഓഫ് ദ ഗവർണർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, അതൊരു കമന്റ് ആയിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏജ് ടു ബിക്കം ക്വസ്റ്റ്യൻ ആണ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏജ് ടു ബിക്കം member of രാജ്യസഭ. ഏജ് ടു ബിക്കം മെമ്പർ ഓഫ് രാജ്യസഭ. അത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ വൈസ് പ്രസിഡന്റ് ഇത്രയുമാണ് ഉള്ളത്. വൈസ് പ്രസിഡന്റ് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.